സർ, നമുക്കറിയാം 1947 മുതൽ അല്ലെങ്കിൽ നെഹ്റു മുതൽ തുടങ്ങി എങ്ങനെയാണ് ഇന്ത്യയിലെ വ്യവസായങ്ങളെ കോൺഗ്രസ് സമീപിച്ചിരിക്കുന്നതെന്ന്. മുസ്ലിം വിഭാഗം ഒഴികെയുള്ള മറ്റു മതങ്ങളിൽപ്പെട്ടവരുടെക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ അൻപെ തകർന്നടിയുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ച ഇന്ത്യയിൽ പൊതുവെയുണ്ട്. ഇപ്പോഴിതാ ടാറ്റയുടെ സുഡിയോയ്ക്കെതിരെ നടക്കുന്ന ബോയ്ക്കോട്ടും അത്തരത്തിലുള്ളതാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ISO സ്റ്റുഡിയോയ്ക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധവും ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അതേ വസ്തുതകളിലേക്കാണ്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു മത അജണ്ട കോൺഗ്രസ് നടപ്പിലാക്കുന്നില്ലേ? കോൺഗ്രസിന് അന്നും ഇന്നും 150 വർഷം മുമ്പും സ്വാതന്ത്ര്യത്തിന് മുമ്പും പിൻപും ഇപ്പോഴും എല്ലാം മത അജണ്ടകൾ മാത്രമേ ഉള്ളൂ. ജിഹാദി അജണ്ടകൾ, പാകിസ്ഥാൻ അജണ്ടകൾ മാത്രമേ അവർക്കുള്ളൂ. മുഗളൻ അജണ്ടകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് കൃത്യമായ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്. ഇന്ത്യക്കായിരുന്നു ലോകത്ത് ഒരു കാലത്ത് GDP കൂടുതലുണ്ടായിരുന്നത്, യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നത്, വികസനം ഉണ്ടായിരുന്നത്, ഗവൺമെന്റ് ഉണ്ടായിരുന്നത് എല്ലാം ഇന്ത്യയിലായിരുന്നു. 1400 വർഷമായിട്ട് ഈ ജിഹാദികൾ ഇന്ത്യയെ ആക്രമിക്കുകയാണ് പല രീതിയിൽ. കഴിഞ്ഞ 1000 വർഷമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ അവരുടെ കയ്യിലായിരുന്നു. അപ്പൊ അവർ അന്ന് ചെയ്ത ഒരു പരിപാടി, മുഗളന്മാരും മറ്റ് സുൽത്താന്മാരും ഒക്കെ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കി ആദ്യം ചെയ്തത് ബിസിനസ് ലൈസൻസ് എടുത്തു കളഞ്ഞു. അതായത് ട്രേഡ് നടത്താനുള്ള അവകാശം ഹിന്ദുക്കൾക്കോ ബുദ്ധന്മാർക്കോ ജൈനന്മാർക്കോ ക്രിസ്ത്യാനിക്കോ പാഴ്സിക്കോ ജൂതനോ ഒന്നുമില്ല. ബിസിനസ് കംപ്ലീറ്റ് ജിഹാദി ചെയ്താൽ മതി എന്ന ഒരു നിലപാടിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു മാറ്റം വന്നത് 1857 ബ്രിട്ടീഷുകാര് ഇന്ത്യ കീഴടക്കിയതോടുകൂടി എല്ലാവർക്കും ബിസിനസ് ചെയ്യാവുന്ന അവകാശം കിട്ടി. ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും ഹിന്ദുവിനും പാഴ്സിക്കും എല്ലാവർക്കും ബിസിനസ് ലൈസൻസ് കിട്ടി. അവരത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ട്രേഡ് ഫാക്ടറികള്, ഓട്ടോമൊബൈൽ കമ്പനികള്, അങ്ങനെ എല്ലാ രീതിയിലും ട്രെയിന്, എയറോനോട്ടിക്സ് എല്ലാത്തിലും ഇന്ത്യ ഡെവലപ്പായി. പക്ഷേ 1947 ഇന്ത്യ വിഭജിക്കുകയും പാകിസ്ഥാനും ബംഗ്ലാദേശും ജിഹാദിന് പോവുകയും മുഗളന്മാരായ കോൺഗ്രസുകാർക്ക് ഇന്ത്യ കിട്ടുകയും ചെയ്തതോടുകൂടി വീണ്ടും ഇവിടെ ബിസിനസ് ലൈസൻസ് രാജിലേക്ക് വന്നു. അതായത് ജിഹാദിക്ക് മാത്രം ബിസിനസ് ചെയ്യാം, ബാക്കിയുള്ളവർ ബിസിനസ് ചെയ്യണ്ട എന്ന നയമാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പപ്പുവും എല്ലാം കാലാകാലങ്ങളിൽ എടുത്തിരുന്നത്. അതിന് ഒരു ഓമന പേരിട്ടവര് ദേശസാൽക്കരണം. നെഹ്റു അതായത് ബാക്കിയുള്ളവരുടെ ബിസിനസ്സുകളെ അവര് തട്ടിത്തെറിപ്പിച്ചു. അപ്പൊ അതെന്തിനാണെന്നൊരു ചോദ്യമില്ല. ഈ ബിസിനസ്സുകളെ എല്ലാം തട്ടിത്തെറിപ്പിച്ചത് എന്തിനാണെന്നൊരു ചോദ്യമില്ല. മറ്റുള്ള ബിസിനസ്സുകളെ കാഫിർ എന്ന് ആക്ഷേപിച്ച് കാഫിറുകൾ ബിസിനസ് ചെയ്യേണ്ട, അത് ദേശസാൽക്കരണം നടത്തുന്നു എന്നുള്ള ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ വന്നത്. പക്ഷേ വാജ്പേയി ഗവൺമെന്റ്, നരസിംഹറാവു ഗവൺമെന്റ് ഇവർ രണ്ടുപേരും ലിബറലൈസേഷൻ നടപ്പിലാക്കിയതോടുകൂടി വീണ്ടും ബിസിനസ് ലൈസൻസ് എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി. 2004-2014 വീണ്ടും ഗവൺമെന്റ് വൻതോതിൽ ടാക്സ് കൂട്ടിയും ജിസിയ ടാക്സ്, നോക്കുകൂലി, ജിസിയ ടാക്സ് ഇതെല്ലാം ഏർപ്പെടുത്തി ബിസിനസ്സുകളെ കൊല്ലാനാണ് ശ്രമിച്ചത്. എന്നാൽ മോഡി ഗവൺമെന്റ് വന്നതോടുകൂടി വീണ്ടും ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലെ എല്ലാവർക്കും ബിസിനസ് ചെയ്യാവുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് അംബാനിക്കെതിരെയും അദാനിക്കെതിരെയും ടാറ്റയ്ക്കെതിരെയും ബിർളയ്ക്കെതിരെയും എല്ലാം ഇവിടെ സ്വന്തം നാട്ടിൽ ബിസിനസ് നടത്തുന്നവനെ കോർപ്പറേറ്റ് എന്നും ബൂർഷ്വ എന്നും ആക്ഷേപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും രംഗത്തെത്തുന്നു. ഇനി ഇപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയും ഇവരൊക്കെ നടത്തുന്ന ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ സുഹൃത്ത് രാജ്യമായ ഇസ്രായേൽ ഹമാസുമായിട്ട് യുദ്ധത്തിലാണ്. നമ്മൾ ഇസ്രായേലിനെ ഒഫീഷ്യലായിട്ട് സഹായിക്കുന്നുണ്ട്. ആയുധം കൊടുത്തും ആള് കൊടുത്തും സപ്ലൈകൾ കൊടുത്തും നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിലാണ്. ഇസ്രായേൽ നമുക്ക് ടെക്നോളജിയും ആയുധങ്ങളും നിന്ന് ഇസ്രായേലും സഹായിക്കുന്നു. അപ്പൊ ഇന്ത്യയും ഇസ്രായേലും ഒരു വശത്തും പാകിസ്ഥാനും ജിഹാദികളും ഇന്ത്യ അലയൻസും ഹമാസും വേറൊരു വശത്തുമായിട്ടുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പബ്ലിക് ആയിട്ട് തന്നെ ഇന്ത്യ അലയൻസ് ഇന്ത്യക്കെതിരായിട്ടും ഇസ്രായേലിനെതിരായിട്ടും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറയുന്ന ടാറ്റയെ പൂട്ടും, ടാറ്റയെ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. നമ്മളെല്ലാം കണ്ടതാണ് പകൽഗാമിൽ തുണി പൊക്കി നോക്കി ആൾക്കാരെ വധിക്കുന്നത്. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിലും തുണി പൊക്കി നോക്കി ആൾക്കാരെ കൊല്ലുന്നത്. അതേ പണി തന്നെയാണ് ബിസിനസ്സിലും. തുണി പൊക്കി നോക്കി ആളെ ഐഡന്റിഫൈ ചെയ്ത് ബിസിനസ് ഓണർമാരെ ഇല്ലാണ്ടാക്കുക, ബിസിനസിനെ ഇല്ലാണ്ടാക്കുക, കടകളെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ജിഹാദി പ്രവർത്തനമാണ് ഇന്ത്യ അലയൻസും പപ്പുവും ജമാഅത്തെ ഇസ്ലാമിയും SIOയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം നടത്തുന്നത്. നിങ്ങൾ കേരളം എടുത്ത് നോക്കിയേ, 16,000-20,000 ഇൻഡസ്ട്രിയാണ് പൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ജിഹാദി ഇൻഡസ്ട്രി ഉണ്ടോ? ഇല്ല. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ബിസിനസ്സുകളാണ് LDFും UDFും ചേർന്ന് കേരളത്തിൽ പൂട്ടിച്ചിരിക്കുന്നത്. നിർബന്ധിത പിരിവുകളും കാര്യങ്ങളും ചോദിക്കപ്പെടുന്നത് എപ്പോഴും കാഫറുകളുടെ കടയിൽ നിന്നാണ്. മറ്റവർക്ക് പ്രശ്നമില്ല. കിറ്റക്സ് സാബുവിനെ ഇവിടുന്ന് ഓടിക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി.
PFIക്കാർ അദ്ദേഹത്തെ കയറി എക്സ്റ്റോർഷന് ശ്രമിച്ചു. LDFും UDFും PFIക്കാരെയാണ് സപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ പോലീസും കോടതിയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും PFI ആണ് സപ്പോർട്ട് ചെയ്തത്. അവർ സാബുവിനെ സഹായിച്ചില്ല. സാബുവിന് ഇവിടുന്ന് ആന്ധ്രയിലോട്ടും തെലങ്കാനയിലോട്ടും ഓടിപ്പോകേണ്ടി വന്നു. ഇത് തന്നെയാണ് പേര് പുറത്തു പറയാത്ത അനേകരുടെ കഥകൾ എന്ന് പറയുന്നത്. കാഫിറുകൾ ബിസിനസ് ചെയ്യണ്ട, ബിസിനസ് ജിഹാദി മാത്രം ചെയ്താൽ മതി. കാഫിറുകളോട് ബിസിനസ് ചെയ്യണ്ട, ജിഹാദി മാത്രം ചെയ്താൽ മതി എന്നാണ് ഇവിടുത്തെ ഇന്ത്യ അലയൻസിന്റെ നിലപാട്. അതിന്റെ ഒരു പ്രകടമായ ബഹിർസ്ഫുരണമാണ് ഈ സിമിയും SIOയും ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണും ഒക്കെ കാണിക്കുന്നത്. അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ടതാണ്. ഇത് ബിസിനസ് ജിഹാദാണ്, ജിഹാദി ഭീകരവാദമാണ്. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ബിസിനസ് നടത്തണം, എല്ലാവർക്കും ഇഷ്ടമുള്ളവരോട് ബിസിനസ് നടത്തണം, അല്ലാണ്ട് ഇവര് പറയുന്നവരോട് മാത്രമല്ല. ഒരാൾക്ക് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ബിസിനസ് നടത്താൻ ഒരു സിമിയുടെയും ഒരു PFIയുടെയും ഒരു ലീഗിന്റെയും ഒരു പപ്പുവിന്റെ അധികാരം വേണ്ട. സൗകര്യമുള്ളത് ബിസിനസ് നടത്തും. ടാറ്റയെ ജനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ജനങ്ങൾ മൊത്തം ടാറ്റയുടെ പുറകിലാണ് നിരക്ക്. അല്ലാതെ ഇവരാരേലും വിരട്ടിലും വിലവാശിലും നടത്തിക്കൊണ്ടൊന്നുമില്ല. എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ ഇസ്രായേലുമായിട്ട് ചെയ്യും. ആരാ ഇവന്മാർ ചോദിക്കാൻ? ഇത് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയാൻ ഇവരാരാ? ഗവൺമെന്റ് ഈ കാഫിറുകളുടെ ബിസിനസ്സെ തുണി പൊക്കി നോക്കി ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണം കേന്ദ്ര ഗവൺമെന്റ്. കാഫിറുകളുടെ ബിസിനസ്സുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ജിഹാദികൾ കാഫിറുകളെ വിരട്ടുകയും വിലപേശുകയും ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിക്ക് ഒരു അവസാനം കണ്ടെത്തണം. കാരണം ഇങ്ങനെ തുടങ്ങിയാൽ നാളെ ഇവര് ഇത് മൊത്തം വക്കഫാക്കാൻ, ഈ മറ്റുള്ള മതക്കാരുടെ ബിസിനസ് കീഴ്പ്പെടുത്താനും വക്കഫാക്കാനും പാകിസ്ഥാൻ വൽക്കരണത്തിനും ജിഹാദി വൽക്കരണത്തിനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. 1947 തുടങ്ങി നെഹ്റു തുടങ്ങി വെച്ച പരിപാടിയാണ് ദേശസാൽക്കരണം എന്നും പറഞ്ഞു. അത് പിന്നീട് ഇന്ദിരാഗാന്ധി ചെയ്തു. ക്രിസ്ത്യാനികളുടെ 2 നല്ലപോലെ നടക്കുന്ന ബാങ്ക് ഉണ്ടായിരുന്നു. കള്ളക്കഥ ഉണ്ടാക്കി കൊച്ചിൻ ബാങ്കിനെയും പാലാ സെൻട്രൽ ബാങ്കിനെയും മൈമുന ബീഗം എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചു. എന്താണ് ദേശസാൽക്കരണം? അവിടെ കഴിവുള്ളവരെ ഉപേക്ഷിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ജോലി കൊടുക്കുന്ന പരിപാടിയാണ്. അവൻ അതിന്റെ അകത്ത് കയറിയിരുന്നത് നശിപ്പിക്കും. റെയിൽവേ ആണേലും ട്രാൻസ്പോർട്ട് ആണേലും എയർലൈൻ ആണേലും എന്താണെങ്കിലും ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഗവൺമെന്റ് വൽക്കരണം നടപ്പിലാക്കി ഹലാൽ വൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതെല്ലാം നഷ്ടത്തിലാവും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ പൊതുമേഖല നഷ്ടത്തിലായത്, സ്വകാര്യ മേഖല ലാഭത്തിലായത്. ഇപ്പൊ ഇപ്പോഴുള്ള ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ അജണ്ടകൾ വെച്ച്, മത അജണ്ടകൾ വെച്ച് ബിസിനസ്സുകളെ ടാർഗറ്റ് ചെയ്യുന്നതിനെ നിയമം മൂലം തടയണം. സൈന്യത്തെ ഇറക്കി ഇവരെ നേരിടണം. ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SIOയെയും ഒക്കെ സൈന്യത്തെ ഇറക്കി നേരിടണം. ടാറ്റ അടക്കമുള്ള എല്ലാ ബിസിനസ്സുകളും മറ്റു മതക്കാരുടെ ബിസിനസ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് പിന്നെ ഏകദേശം 100ഓളം തീപിടുത്തമാണ് ഉണ്ടായത്. ഈ 100ഓളം തീപിടുത്തം ഉണ്ടായത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കടകൾക്ക് മാത്രമാണ്. വലിയ വലിയ കടകൾ കത്തി നശിച്ചു. പല ബിസിനസ് ഫാമിലികളും മരിച്ച നിലയിൽ കാണപ്പെട്ടു. കൊലപാതകം ആത്മഹത്യയാണെന്ന് എഴുതി തള്ളി. അനേകം ബിസിനസ് ഫാമിലികൾ കൂട്ട ആത്മഹത്യ. യഥാർത്ഥത്തിൽ അതെല്ലാം കൊലപാതകങ്ങളാണ്. ഇപ്പൊ ഈ രീതിയിലുള്ള അട്ടിമറികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി മാത്രം ബിസിനസ് ചെയ്താൽ മതി, ബാക്കി ആരും ബിസിനസ് ചെയ്യണ്ട എന്ന് പറയാതെ പറയുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മീഡിയയും പോലീസും ജിഹാദികളും കൂടെ. ഇതിനൊരു കൃത്യമായ ഒരു പരിഹാരം കേന്ദ്ര ഗവൺമെന്റിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടാറ്റയെ ഉപദ്രവിച്ചാൽ നാളെ എല്ലാരെയും ഉപദ്രവിക്കും. ടാറ്റ വീണാൽ ഇന്ത്യ വീഴും, ടാറ്റ വീണാൽ ഹിന്ദുസ്ഥാൻ വീഴും. അതുകൊണ്ട് ടാറ്റയെ സംരക്ഷിക്കണം. അതുപോലെ ഒരു പെട്ടിക്കടയാണെങ്കിൽ അത് സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്. ഈ ജിഹാദികളെ കയറൂരി വിടാൻ പാടില്ല. ഈ ജിഹാദികൾ മറ്റുള്ളവരുടെ ബിസിനസ് സ്ഥാപനത്തിന് മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുകയും അതിനെ കത്തിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നത് വലിയൊരു അക്രമമാണ്. അവരധികം താമസിയാതെ പ്യുവർ വയലൻസിലോട്ട് നീങ്ങും. സിവിൽ വാറിലോട്ട് രാജ്യം പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെ മുളയിലെ ഞുള്ളിക്കളയണം. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദികൾക്ക് പിന്തുണ കൊടുക്കുന്നത് അവസാനിപ്പിക്കണം. എന്തായാലും സർ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തമായ മത അജണ്ട, ടാറ്റ ബോയ്ക്കോട്ട് അല്ലെങ്കിൽ സുഡിയോ ബോയ്ക്കോട്ടിന് പിന്നിൽ ISOയും ജമാഅത്തെ ഇസ്ലാമും നടപ്പിലാക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അല്ലെങ്കിൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇസ്രയേലിന് സഹകരണങ്ങൾ നൽകുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് നേരെയൊന്നും നീളാത്ത പ്രതിഷേധവും ആഹ്വാനവുമാണ് ടാറ്റയ്ക്കെതിരെ, സുഡിയോയ്ക്കെതിരെ ഇത്തരക്കാർ നടത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.